ഏറെ കോളിളക്കമുണ്ടാക്കിയ ജസ്ന തിരോധാന കേസിന്റെ അന്വേഷണം CBI അവസാനിപ്പിച്ചെങ്കിലും ഇപ്പോഴും ദുരൂഹതകൾ ബാക്കിയാണ്. ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ്. പക്ഷെ ജസ്ന എവിടെയാണെന്ന് മാത്രം അന്വേഷണ സംഘങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു കാര്യം CBI ഉറപ്പിച്ചു പറയുന്നു, ജസ്നയെ പറ്റി സൂചനയൊന്നുമില്ല. ജസ്ന മതപരിവർത്തനം ചെയ്തിട്ടില്ല. തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കില്ലെന്നും CBI കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിലും മുംബൈയിലും അന്വേഷിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ജസ്ന ജീവനോടെ ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലാണ് CBI റിപ്പോർട്ട്. ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് CBI കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് നേരത്തെ അന്വേഷിക്കുകയും ജസ്ന സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയി എന്ന തരത്തിൽ തോന്നലുണ്ടാക്കുകയും ചെയ്യുന്ന ചില സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ ഇതെല്ലാം പാടെ നിഷേധിക്കുകയാണ് CBI. പെൺകുട്ടി മതം മാറിയതിനോ മതപഠന കേന്ദ്രങ്ങളിലേക്ക് പോയതിനോ തെളിവില്ല. സംസ്ഥാനം വിട്ടതിനും ഇതുവരെ കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. രാജ്യം വിട്ടതിനും മറ്റ് തെളിവുകളില്ല. 9ഓളം സംസ്ഥാനങ്ങളിൽ CBI അന്വേഷണ സംഘം പരിശോധന നടത്തി. ജസ്ന സിറിയയിലേക്ക് പോയെന്നും അവിടെ 2 കുട്ടികളുടെ അമ്മയായെന്നുമുള്ള വാർത്തകളും CBI നിഷേധിച്ചു. അങ്ങനെ ഒരു യാത്ര നടത്തിയതായി ഒരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല. ജസ്നയുടെ അച്ഛൻ്റെയും സുഹൃത്തിൻ്റെയും മൊഴികൾ സത്യസന്ധമാണെന്ന കാര്യം കൂടി CBI റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇരുവരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അവർ ഇരുവരും നൽകിയ വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണ്. ജസ്നയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇതിനകം CBI യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചത്. 2018 മാർച്ച് 24-നാണ് ജസ്നയെ കാണാതാകുന്നത്. എരുമേലിയിൽ നിന്ന് ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ കാണാതാവുകയായിരുന്നു. മുണ്ടക്കയത്തേക്കാണ് ജസ്ന യാത്ര ചെയ്തു പോയത്. എന്നാൽ ബന്ധുവീട്ടിലെത്തിയില്ല. പല സംശയങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. ജസ്ന ആത്മഹത്യ ചെയ്തോ, അല്ലെങ്കിൽ കുട്ടിയെ ആരെങ്കിലും ശാരീരികമായി ആക്രമിക്കുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്തോ? എരുമേലി മുതൽ മുണ്ടക്കയം വരെയുള്ള മേഖലകളിൽ പലയിടങ്ങളിലും വനമാണ്. അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൃതദേഹം ആരും കാണാതെ എവിടെയെങ്കിലും ഒളിപ്പിച്ചോ തുടങ്ങി ഒട്ടനവധി സംശയങ്ങളും ചോദ്യങ്ങളുമാണ് ഉയർന്നു വരുന്നത്.